അപ്പൊ പ്രിയപ്പെട്ട ലൂയിസിന് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ചെയ്തായിരുന്നു. ലാസ്റ്റപ്പ ചെയ്തൊരു വർക്കാ. അതിൽ നിറയെ പാട്ടുകളുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ വരുന്ന ഒരു പാട്ട് ഒരു നാള് ഞാനും കടന്നു പോകും, നിഴൽ മൂടും കാൽപ്പാട് മാഞ്ഞു പോകും, ഉടയാൻ വിരിഞ്ഞൊരു കുഞ്ഞിക്കുമിള പോലുടൽ പോലും അറിയാതലിഞ്ഞു പോകും. ഒരു നാള് ഞാനും കടന്നു പോകും. നിഴൽ മൂടും കാൽപ്പാട് മാഞ്ഞു പോകും, ഉടയാൻ വിരിഞ്ഞൊരു കുഞ്ഞിക്കുമിള പോലുടൽ പോലും അറിയാതലിഞ്ഞു പോകും. സ്നേഹബന്ധങ്ങൾ ദുഃഖബന്ധങ്ങൾ ഉറ്റവരുടയവർ കൈകോർത്തു നിന്നവർ അവരാരും അറിയാതെ വിട പോലും പറയാതെ ഈ മണ്ണ് വിട്ട് കടന്നു പോകും. അവരാരും അറിയാതെ വിട പോലും പറയാതെ ഈ മണ്ണ് വിട്ട് കടന്നു പോകും. ഈ കൂട് വിട്ട് പറന്നു പോകും. ഒരു നാള് ഞാനും കടന്നു പോകും. നിഴൽ മൂടും കാൽപ്പാട് മാഞ്ഞു പോകും. ഉടയാൻ വിരിഞ്ഞൊരു കുഞ്ഞിക്കുമിള പോലുടൽ പോലും അറിയാതലിഞ്ഞു പോകും. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മള് മരണം സംഭവിക്കുമ്പം നമ്മൾ അയാളെ കുറിച്ചാണ് കരയണത്, സങ്കടപ്പെടുന്നത്. പക്ഷെ നമ്മളും അത് തന്നെയാണ്, നമ്മളും അതാ കടന്നു പോണേന്നുള്ള ഓർമ്മ എന്താ നമുക്ക് വരാത്തേന്ന്. ശരിക്കും അത് തന്നെയല്ല, അതല്ലേ ഏറ്റവും വലിയ ഓർമ്മ. നമ്മളും അത് തന്നെ. ഇപ്പം അവര് കടന്നുപോയി, നാളെ നമ്മൾ തന്നെ കടന്നു പോകണമെന്നുള്ള അതൊന്നു തന്നെയല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ കബീർ മേളകൾ നടക്കും, കബീർ യാത്രകൾ നടക്കാറുണ്ട് എല്ലാ കൊല്ലവും. മാൽവയിൽ നടക്കും, രാജസ്ഥാനിൽ നടക്കും, പല സ്ഥലത്ത്, ഗുജറാത്തിലൊക്കെ നടക്കാറുണ്ട്. അപ്പം പല സ്ഥലത്തു നിന്നുള്ള കബീർ ഗായകർ വന്നിട്ട് നമ്മൾ ഓരോ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യും, പാട്ടുകൾ പാടും, മുഴുവൻ രാത്രി പാട്ട് പാടും. അപ്പൊ കബീറിന്റെ കുറെ മരണത്തെ പറ്റിയുള്ള പാട്ടുകളുണ്ട്. അതിലേറ്റവും തമാശ എന്താന്ന് വെച്ചാല് എല്ലാരും ഭയങ്കര അടിപൊളി പാട്ടുകളായിരിക്കും, എല്ലാരും അതിൽ ഡാൻസ് കളിക്കായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഓർക്കുക ശരിക്കും ഇത് മരണത്തെ പറ്റിയാണല്ലോ ഇവർ പാടുന്നതെന്നുള്ളത്. അപ്പൊ കബീറിന്റെ മരണത്തെ പറ്റിയുള്ള പാട്ടുകൾ ആണ് ഏറ്റവും അടിപൊളി പാട്ടുകളായിട്ടുള്ളത്. അതിലൊരെണ്ണം പാടാം. ഇതില് കബീർ പറയണത്, സുഹൃത്തെ കുറച്ച് മെല്ലെ പോ, നിന്റെ വണ്ടി കുറച്ച് മെല്ലെ കൊണ്ടുപോ, കാരണം രാമാണ് അതിൽ യാത്ര ചെയ്യണത്. എന്താ പറയാ, ഈ വണ്ടി എവിടെയെങ്കിലും തങ്ങി നമ്മൾ പല ഭാഗത്തേക്കും പാഞ്ഞു ഓടുന്നു, മരുന്നിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഓടുന്നു. പക്ഷെ രാം അതിൽ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വണ്ടി എല്ലാം തട്ടിക്കൂട്ടി ഒരു ഹോളി പോലെ തീ കത്തിച്ച് ആഘോഷിക്കാനേ പറ്റുള്ളൂ. അപ്പം
ആഘോഷം നടക്കുമ്പം ഭാര്യ കരയണു, കുട്ടികൾ കരയണു, പിരിഞ്ഞു പോയതിന്റെ വിഷമം. അപ്പൊ കബീർ പറയാണ്, ജിന് ജോഡി ഉനു തോടി, ആരാണോ ചേർത്ത് വെച്ചത് ആ ശരീരത്തെയും പ്രാണനെയും, അവൻ തന്നെ അത് എന്താ പറയാ വിച്ഛേദിക്കുന്നു.